ക്യാപ്കോൺ അതുപോലെ ഗാലക്സി നമ്മുടെ ഹൈലൈറ്റ് ഈ 3 ബിൽഡേഴ്സുകളും ഒരു മത്സര വർക്കുകളാണ് നമ്മുടെ കാലിക്കറ്റ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ബാക്കിൽ കാണും ഞങ്ങൾ. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ അടുത്താട്ടോ. ഇത് കണ്ടകളെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് തന്നെയാണെങ്കിൽ നമ്മുടെ അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബിൽഡിങ് 2026 ഗാലക്സിയുടെ റെസിഡൻഷ്യൽ ടവർ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുകളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ട് കേട്ടോ. കേട്ടോളെ, എന്തോ ഒരു ഉയരാലേ. ഇതിൻ്റെ മൂട്ടിൽ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ, അതിൻ്റെ മോൾ ഭാഗം നമ്മളെ തലൻ്റെ നേരെ മുകളിൽ. ഞാൻ ഏകദേശം ഒരു 40 മീറ്റർ വിട്ടിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അതിന് മോൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ തലൻ്റെ നേരെ മുകളിൽ നിൽക്കണ മാതിരിയുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് നിലവിൽ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്ന് നമ്മുടെ തൃശ്ശൂർ ജോയ് ആലുക്കാസിൻ്റെ ഇതിലുള്ള ബിൽഡിങ് ഒന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞു. അത് ഇതിനെക്കാട്ടി ഉയരം കൂടിയ ബിൽഡിംഗ് ആട്ടോ അവിടെ വരുന്നത് എത്ര 182 മീറ്റർ അല്ലേ, 182 മീറ്റർ. പക്ഷേ ഇതിൻ്റെ അത്ര ഫ്ലോറുകളില്ല. അതെങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. 182 മീറ്റർ, ഇതിനെക്കാട്ടിലും എത്ര ഉണ്ട്? 13, 80, 15 മീറ്റർ മാറ്റം. അത് 49 ഫ്ലോറോ അങ്ങനെ എന്താ വരുന്നുള്ളൂ. അപ്പോൾ ഫ്ലോറുകളുടെ ഇതിൽ നോക്കുമ്പം ഇതന്നെയാണ് വലിയ ബിൽഡിങ്. അത് ഏകദേശം ഇനിയും ഒരു 4-5 കൊല്ലം കഴിയൂട്ടോ അതിൻ്റെ വർക്ക് ഫിനിഷ് ആവാൻ. എന്തായാലും ഗാലക്സിയുടെ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോൾ ഏകദേശം 2026 അടുത്ത വർഷം ഉദ്ഘാടനമാണ് അവർ ഇത് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണുമ്പം ഉദ്ഘാടനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗം കണ്ടങ്ങൾ, ആ ബിൽഡിങ്ങിന് നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഡിസൈൻ ആട്ടോ. കണ്ടങ്ങൾ ഒരു 1, 2, 3, 4 നില ഹൈറ്റിലേക്ക് അടിയിൽ നിന്ന് വലിയ ബീമുകൾ, അതിനൊരു ഓൾറൗണ്ട് ഉണ്ട് കേട്ടോ. ഓൾറൗണ്ട് ഇങ്ങനെ അടിയിലൊരു വിസ്താരമായിട്ട് ഒരു 10 അടി മാറ്റത്തിൽ അടിയിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പം 4 ഭാഗത്തും അങ്ങനെ 10 അടി മാറ്റത്തിൽ ഇങ്ങനെ വരുമ്പം നല്ലൊരു സപ്പോർട്ടാണ് 4 നിലക്കുള്ള ബിൽഡിങ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഡിസൈന് ഒരു 35 നിലയൊക്കെ ആകുമ്പോൾ വേറൊരു മറ്റേ ഭാഗത്തേക്കായിട്ട് ഡിസൈൻ ചെറുതായി വരുന്നുണ്ട് കേട്ടോ. കണ്ടകളെ, അതും ഇതൊക്കെ ഡിസൈനിങ്ങിൽ വരുന്ന കാറ്റിനെ പ്രതിരോധിക്കാനും ബിൽഡിങ്ങിൻ്റെ കുറ്റിയുറപ്പിനൊക്കെ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. നമ്മുടെ ബുർജ് ഖലീഫിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, മുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മെലിഞ്ഞിങ്ങനെ പോകുന്നത്. അതുപോലെ നല്ല കുറ്റിയുറപ്പിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇവിടെ താഴത്ത് നമ്മുടെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിൻ്റെ വർക്ക് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ കൂടിയാട്ടോ പോകുന്നത്. പെട്രോൾ പമ്പാണ് ഈ കാണുന്നത്. അവിടെ എപ്പോഴും പെട്രോളൊക്കെ 2 വീലറും കാറുകളൊക്കെ വരുന്നുണ്ട്. കുറഞ്ഞൊരു ഏരിയ ഉള്ളൂ ഇനി അവർക്കിനി. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ മുകളിൽ കയറാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ അവരുടെ ഓഫീസിൽ വരെ പോയി ചോദിച്ചു, നോ വേ. അവർ പറഞ്ഞു അതൊക്കെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റുകളിൽ അവരിതിൻ്റെ ഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. പിന്നെ സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറാനോ മുകളിലേക്ക് കയറാനോ ഞാൻ സെക്യൂരിറ്റിനോട് ചോദിച്ചു. അതുപോലെ അവർ പറഞ്ഞു ഓഫീസിൽ പോയിട്ട് സമ്മതം വാങ്ങണം. അപ്പോൾ ഞാൻ അവിടെ പോയി ചോദിച്ചു, പറ്റൂല എന്ന് പറഞ്ഞു. പിന്നൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ ഡ്രോണുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കാഴ്ചകളൊക്കെ കാണിക്കാം. നമ്മൾ ഡ്രോൺ ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് നമ്മൾ താഴത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മളെല്ലാ വീഡിയോയിലും. യെസ്, കുറച്ച് ലോങ് ഒരു 150 മീറ്റർ വിട്ടിട്ടുള്ള കാഴ്ച. ഇതിൻ്റെ സ്പോട്ട് എവിടെയാണെന്നറിയാം. അതായത് നമ്മുടെ ക്രിസ്ത്യൻ കോളേജാണ് ഈ തൊട്ടപ്പുറത്ത്. ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു ഓഫീസുണ്ട് ഈ ഭാഗത്ത്, ബാക്കിൽ. അതുപോലെ മനോരമ പ്രസ് മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിലാട്ടോ ഈ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോടിലൂടെ പോകുന്നവർക്കൊക്കെ അറിയാം, പുറമുള്ളവരൊക്കെ കമൻറ്റിലൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ഇപ്പം നിലവിൽ എറണാകുളത്താട്ടോ. എറണാകുളത്ത് ഉദ്ഘാടനം കഴിഞ്ഞത് ചോയ്സ് പാരഡൈസ് എന്ന് പറഞ്ഞ ബിൽഡിങ്, 41 നില ആയിട്ടുള്ള ബിൽഡിങ്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നമ്മുടെ കോഴിക്കോട് തന്നെ നമ്മുടെ മാഗ്നം ഓപ്പസ്, ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ഗാലക്സിയുടെ ബിൽഡിങ് തന്നെ. അത്
സോറി ഒന്ന് വിട്ടുപോയിട്ടാ. നമ്മുടെ കൊച്ചിയിലുള്ള ലുലു ഗ്രൂപ്പിൻ്റെ ടിൻ ടവർ അതാണ് കേട്ടോ ഇപ്പം നിലവിൽ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്. സോറി, അത് 152 മീറ്റർ ഉയരം കാണിക്കുന്നുണ്ട് അതിൽ. പക്ഷേ 38 ലെയറേ ഉള്ളൂ. അതേ സമയത്ത് നമ്മുടെ ഇത് വരുന്നത് 167 മീറ്റർ, ഇത് 50 ലെയർ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ലെയറിലും പിന്നെ മുകളിലേക്കുള്ള എന്തെങ്കിലും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി ആയിട്ടായിരിക്കില്ലേ 152 മീറ്റർ വരുന്നത്. അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ ചോയ്സ് പാരഡൈസ് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനാണ് ഈ കാണുന്നതാണ് ക്രിസ്ത്യൻ കോളേജ്. പിന്നെ ഇതൊന്നും ഒന്നല്ല കേരളത്തിലെ വമ്പൻ കമ്പനിയായ ഹൈലൈറ്റ് കമ്പനി ഉണ്ടല്ലോ, ഹൈലൈറ്റ് ടീംസ്, അവരാട്ടോ കേരളത്തിലെ ബഡ ബിൽഡിങ്ങുകളും ബഡ പ്രൊജക്റ്റുകളും നിർമ്മിക്കാൻ പോകുന്നത്. അത് നമ്മുടെ കോഴിക്കോട് തന്നെ 62 നില ഉയരമുള്ള ഇതിനെക്കാട്ടിയൊക്കെ എത്രയോ മീറ്റർ ഹൈറ്റുള്ള ലോകത്തിലെ നമ്പർ 1 വേൾഡ് ട്രേഡ് സെൻറ്റർ അതിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അറിയില്ല. ആരംഭിച്ചെന്ന് പറയുന്നുണ്ട്, പക്ഷേ കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ. ഹൈലൈറ്റിൻ്റെ CEO ആ മുതലാളിയുടെ മകന്, രണ്ടാളെ പേരും എനിക്ക് അറിയില്ല, അവർ വീഡിയോയിൽ പറഞ്ഞ കേട്ടോ എത്ര 12.5 അതായത് 12.5 മില്യൺ 1.25 കോടി സ്ക്വയർ ഫീറ്റിലാണ് ആ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ആണ്, പക്ഷേ വേൾഡിലെ തന്നെ വിസ്താരമുള്ള ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ആണെന്നാണ് അവർ പറയുന്നത്. വീഡിയോയിൽ കണ്ടതാട്ടോ, CEO പറയുന്നതന്നെ കേട്ടതാണ്. എന്തായാലും ബുർജ് ഖലീഫല്ലേ, ബുർജ് ഖലീഫിനെക്കാട്ടി 3 ഇരട്ടി ഉയരമല്ല, അതിനെക്കാട്ടി വലിപ്പം ഉണ്ടാകുന്ന കേട്ടോ പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് കണക്കിൽ. അത് നമ്മുടെ ഹൈലൈറ്റ് മാളിലൊക്കെ ഏരിയയിലായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞത്. അവിടെ വർക്ക് ആരംഭിച്ചു എന്ന് പറയുന്നതും കേട്ടു. എന്താണെന്ന് കറക്റ്റ് അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ കേരളത്തിൽ വമ്പൻ പ്രൊജക്റ്റുകൾ വേറെ, അതായത് നമ്മുടെ കോഴിക്കോട് തന്നെ 70 നില ഉള്ള ബിൽഡിങ്, അതുപോലെ 80 നിലകളുള്ള ടിൻ ടവറുകൾ, അങ്ങനെ ഒരുപാട് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ഒരുപാട് വികസനം. കോഴിക്കോട് സിറ്റി വേറൊരു സിറ്റി അവിടെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. 2030 ആകുമ്പോഴേക്കും വൻ വികസനമാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളെല്ലാം വലിയ വമ്പൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് അവരുടെ കരുത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ എല്ലാ സിറ്റികളിലും ഇപ്പം നമ്മുടെ ചെന്നൈയിൽ ബാംഗ്ലൂരൊക്കെ വെച്ച് നോക്കുമ്പം ഈ ബിൽഡിംഗ് ആട്ടോ ഇപ്പം നിലവിൽ ഉയരം കൂടിയ ബിൽഡിങ് ബാംഗ്ലൂരിൽ അണ്ടർ കൺസ്ട്രക്ഷനിൽ കാണിക്കുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങളാട്ടോ. അവിടെ 152 മീറ്ററുള്ള ബിൽഡിങ്, അതുപോലെ ചെന്നൈയിലും സെയിം ഹൈറ്റുള്ള ബിൽഡിങ് 2 സ്ഥലത്തുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ അവിടെ 2 സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 268 മീറ്ററുള്ള ബിൽഡിങ്ങിൻ്റെ വർക്ക് ഫിനിഷിങ്ങിലേക്ക് 2028 ആകുമ്പോഴേക്കും ഫിനിഷാകുന്ന ഘട്ടത്തിൽ അങ്ങനെ വർക്ക് ബാംഗ്ലൂർ നടക്കുന്നു. ബാംഗ്ലൂർ ചെന്നൈ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പം ഹൈറ്റ് കൂടിയത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നെ ചീത്ത പറയേണ്ട, അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കൊല്ലം മുമ്പുള്ള ഹിസ്റ്ററികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവുക, അങ്ങനെയും സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്കും ഒക്കെ അറിയാൻ പറ്റും. അറിയാവുന്നവർ നല്ല നിലക്ക് കമൻറ്റ് ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞാട്ടോ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് മുംബൈയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 80 ലെയറുള്ള ബിൽഡിങ്, അതുപോലെ 110 നിലകളുള്ള ബിൽഡിങ്ങിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100 നിലകളുള്ള ബിൽഡിങ്ങിൻ്റെ വർക്ക് ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. മുംബൈയിലാണ് വൻ ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇന്ത്യയിലെ മറ്റുള്ള സിറ്റികളിലും അഹമ്മദാബാദ് പോലുള്ള സിറ്റികളിലൊക്കെ 80 ലെയറുള്ള ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. ഡൽഹിയിൽ 80 ലെയറുള്ള ബിൽഡിങ് അതുപോലെ ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊൽക്കത്ത 67 നിലയുള്ള ബിൽഡിങ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഉദ്ഘാടനം കഴിഞ്ഞതുണ്ട്. പിന്നെ
ഹൈദരാബാദ് പോലുള്ള സിറ്റികളിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൽ കാണാൻ പറ്റിയത് മുംബൈ ഫസ്റ്റ്, പിന്നെ മുംബൈയിൽ 1, 2, 3, 4 സ്ഥാനമൊക്കെ മുംബൈ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കൊൽക്കത്ത, പിന്നെ ഡൽഹി വർക്ക് കഴിഞ്ഞതാട്ടോ പറയുന്നത്. അങ്ങനെയുള്ള ഏരിയകളാണ് ഇപ്പോൾ വമ്പൻ ബിൽഡിങ്ങുകളുടെ കണക്ക് കാണിക്കുന്നത്. ഞാൻ അന്നും ഇന്നും പറയൂട്ടോ, നമ്മുടെ ഒരു സിറ്റിയുടെ ഒരു ഹൈറ്റ് കൂടിയ ബിൽഡിങ് ആ സിറ്റിയുടെ ആളുകളിൽ നോക്കി കാണും, ഓ ഇത് വമ്പൻ സിറ്റി തന്നെ ആണല്ലോ എന്നുള്ള ആളുകൾ പറയും. പക്ഷേ വ്യവസായങ്ങളും എത്രത്തോളം വരുമാനം നേടി എടുക്കുന്നുണ്ട്, ജോലി സാധ്യതകളുള്ളത്, അങ്ങനെയൊക്കെ ഇത് നോക്കുമ്പം സിറ്റികൾ അത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടതുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ ഒരു വലിയൊരു ബിൽഡിങ് കാണുമ്പം എൻ്റെ അഭിപ്രായം പറയുന്നത് ഇത് വലിയ ബിൽഡിംഗ് ആണല്ലോ, ഇത് വലിയ സിറ്റി ആണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ ഇതിൻ്റെ എത്രത്തോളം അവർ അതിൻ്റെ വരുമാന മാർഗം, വ്യവസായങ്ങൾ ഏതൊക്കെ സിറ്റികളിൽ, അതൊക്കെ നോക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഈ ബിൽഡേഴ്സ് കമ്പനികൾ മത്സരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 3 കമ്പനികളിൻ്റെ ലെവലിൽ ക്യാപ്കോൺ, അതുപോലെ ഗാലക്സി, പിന്നെ നമ്മുടെ ഹൈലൈറ്റ്, ഈ 3 ബിൽഡേഴ്സുകളും ഒരു മത്സര വർക്കുകളാണ് നമ്മുടെ കാലിക്കറ്റ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ സൈസിലാട്ടോ അവരുടെ മികവ് കാണിക്കുന്നത്. എന്തായാലും എല്ലാ ജില്ലകളും എല്ലാ നഗരങ്ങളും ഉഷാറായിട്ട് വികസിക്കട്ടെ, ജനങ്ങൾക്ക് ജോലിയും കൂലിയൊക്കെ കിട്ടുന്ന കാര്യത്തിലേക്ക് എല്ലാ വികസനവും വളരട്ടെ അല്ലേ, അങ്ങനെ ആവണം. പിന്നെ നമ്മുടെ ശോഭ സിറ്റി തൃശ്ശൂർ ജില്ലയിലെ അത് ഞാനിതുവരെ കണ്ടില്ല കേട്ടോ. അവിടെ 28 ലെയറുള്ള ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. വലിയൊരു സിറ്റിയാണ് ശോഭ സിറ്റി. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ല. അതിനെപ്പറ്റിയൊക്കെ ഇടയ്ക്ക് കമൻറ്റിലൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മളെ ഒരു ജില്ലയിലും നമ്മുടെ കേരളം വളരണം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിൽ ഓരോ ജില്ലയും വളരണം. ബിൽഡിങ്ങുകളുടെ കാര്യത്തിലല്ല വളർച്ച എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജോലി, വികസനം, അങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ്. ജോലി സാധ്യതകളാണ് കൂടുതൽ വേണ്ടത്. ജോലി സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാട്ടോ നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒരു വലിയ ലോകത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു വാണിജ്യ സ്ഥാപനമായിട്ട് മാറും. ആ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. 1.25 കോടി സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബിൽഡിംഗ് അല്ലേ. എന്തായാലും നല്ല ഒരു സ്റ്റൈലം ബിൽഡിംഗ് ആട്ടോ വരുന്നത്. ഇതുപോലെയുള്ള ഫ്ലാറ്റ് സമുച്ചയം നല്ല കുത്തനെ അങ്ങോട്ട് പൊങ്ങും, ഹൈറ്റും ഒക്കെ. പക്ഷേ ഹൈലൈറ്റിൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നത് വേറെ ലെവൽ തന്നെയാണ്. ഹൈലൈറ്റ് സിറ്റി മൊത്തത്തിൽ വമ്പൻ പദ്ധതികളാണ് അവിടെ കൊണ്ടുവരുന്നത്. എന്തായാലും സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുകളുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്താളിട്ടാ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.